നമ്മളൊക്കെ ഇമോഷണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരാം. ആ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ സ്വയം കൊടുക്കാൻ തയ്യാറാവും. നമ്മൾ എന്ത് വേണമെങ്കിലും അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ തയ്യാറാവും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും. അങ്ങനെയൊക്കെ തന്നെയാണ് നയൻതാരയുടെ പ്രണയത്തിന് വേണ്ടിയിട്ടും നിന്നിട്ടുള്ളത്. വീണ്ടും ഒരു തകർച്ചയിലേക്ക് എത്തിയപ്പോൾ കരിയർ ബ്രേക്ക് എടുക്കുക ചെയ്തത്. അപ്പോൾ ആ കരിയർ ബ്രേക്കിനും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ സമയത്തും കുറച്ചധികം പേഴ്സണൽ സമയമെടുത്ത് അവരെ സ്വയം മനസ്സിലാക്കി എന്തൊക്കെയാണ് എൻഹാൻസ് ചെയ്യേണ്ടതെന്ന് ശരിക്കും മനസ്സിലാക്കി വീണ്ടും ഒരു കംബാക്ക് നടത്തുകയാണ് ചെയ്തത്. ആ കംബാക്കിന് ശേഷം ഇന്ന് വരെ അവർ ആക്ച്വലി ഈ ഒരു ഫീൽഡിൽ ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ട് റിമാർക്കബിൾ ആയിട്ട് അങ്ങനെ തന്നെയാണ് നിന്നിട്ടുള്ളത്. ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ബന്ധങ്ങളിൽ എന്തെങ്കിലും തകർച്ച സംഭവിക്കുക, അതിൽ നമ്മൾ മൊത്തത്തിൽ തകർന്നു പോവുക, ഇതൊക്കെ ആക്ച്വലി ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ഗ്രോത്തിനെ കൂട്ടുന്ന സാധനങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്കെന്താണോ വേണ്ടത് എന്നുള്ളതനുസരിച്ചിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. റിവെഞ്ച് എടുക്കാൻ വേണ്ടി, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് വലിയ കാര്യമൊന്നുമില്ല.